സ്വാതി എത്തിയതേ ഉള്ളൂ. വല്യമ്മാവന്റെ വീട്ടിലായിരുന്നു. അവിടെ വരെ വന്നിട്ട് ഇവിടെ കേറാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വന്നത്. നന്നായി. നിന്നെ ഒന്ന് കാണുമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഞാൻ തനിച്ചല്ല, കൂടെ ഏട്ടനും ഉണ്ട്. ആര്? നീലോ? അതെ. അയ്യോ, അത് അത്ഭുതമാണല്ലോ. എന്താ രണ്ടാളും കൂടി? എന്താ വന്നൂടെ ഞങ്ങൾക്ക്? അങ്ങനെ ചോദിക്കും മോളെ. സത്യം പറഞ്ഞ പുറത്ത് കാണിച്ചില്ലെങ്കിലും നിന്നെ ഓർത്ത് വിഷമിക്കാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല. നിന്റെ അവിടുത്തെ താമസം അത്ര സുഖമല്ലാന്ന് കേട്ടപ്പോ ശരിക്കും പറഞ്ഞ തളർന്നുപോയി. നിന്റെ വിശേഷങ്ങൾ കേൾക്കുമ്പോഴൊക്കെ മനസ്സുരുകി പ്രാർത്ഥിക്കും എല്ലാം ഒന്ന് ശരിയാക്കി കൊടുക്കാൻ. വൈകിയാണെങ്കിലും ദൈവം ആ പ്രാർത്ഥന കേട്ടല്ലോ. എന്നിട്ട് നീലോടെ? അമ്മാവന്റെ അടുത്തുണ്ട്. ഓ വാ. ഞങ്ങൾ ചില നാട്ടുവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അഭിനയം മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും മിടുക്കനാ നീല്. ഇയാള് ബിസിനസ് തുടങ്ങിയ വളരെ സക്സസ് ആയിരിക്കും. ശരിക്കും പറഞ്ഞ ചെറിയൊരു കുറ്റബോധത്തോടെയാണ് ഞാൻ നീലിന്റെ മുന്നിൽ ഇരിക്കുന്നത്. ചേട്ടൻ ചെയ്തതുപോലെ ഞാനും നിങ്ങളെ വിരുന്നിന് ക്ഷണിക്കണമായിരുന്നു. പറഞ്ഞു വരുമ്പോൾ ഞാനും ഇവിടെ അമ്മാവനാണല്ലോ. ക്ഷണിച്ചില്ലെങ്കിലും ഇവര് വന്നല്ലോ, അതാണ് തറവാട്. ഇന്ന് തന്നെ വരാൻ നിർബന്ധം പിടിച്ചത് ഏട്ടനായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ വേറൊരു ദിവസം വരണം. അതിനൊക്കെ എവിടെന്നാ സമയം? അതിനൊരു വഴിയുണ്ടമ്മേ. ഞാനും ഏട്ടനും പുറത്തുനിന്ന് കഴിക്കാം. അതൊരു നല്ല ഐഡിയ. ചെല്ല്, അവനെ വിളിച്ച് പുറത്തു പോയിട്ട് വാ. അമ്മയുടെ മോൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. സമ്മതിപ്പിക്കണം. അവിടെയാണ് നീ മിടുക്ക് കാണിക്കേണ്ടത്. നീ എന്റെ മരുമോളാ. ആ ഒരൊറ്റ കാര്യം ഓർത്താ മതി. നിനക്ക് നിന്റെ സ്മാർട്ട്നെസ് ഒക്കെ തിരിച്ചു കിട്ടും. മതിയോ? എന്താ ഇത് സ്മാർട്ട്നെസ്? ഇത്രയും വേണ്ട, കുറച്ചു കുറച്ചോളും. അതാണ്. കയ്യിലടിച്ച് സത്യം ചെയ്യ്, ഇനി തളരില്ലെന്ന്. കളരി പരമ്പര ദൈവങ്ങളാണേ, അമ്മയാണേ, ഈ പട്ടുപോലത്തെ അമ്മയമ്മയാണേ, ഞാൻ ഈ യുദ്ധം ജയിക്കും. ഇത് സത്യം സത്യം സത്യം. ഇനി പോയിട്ട് വാ. ഏട്ടാ, നമുക്ക് രാത്രി വന്നാ മതിയായിരുന്നു. ഇന്നിവിടെ ഏകാദശി പ്രമാണിച്ച് ഒരിക്കലാ. നമ്മൾ വരുമോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് ഭക്ഷണമൊന്നും വച്ചിട്ടില്ല. എനിക്ക് ഭക്ഷണം വേണ്ട. പക്ഷെ എനിക്ക് വേണം. നമുക്കൊരു കാര്യം ചെയ്താലോ? പുറത്തു പോയി കഴിച്ചാലോ? അന്ന് പോയി അതേ റെസ്റ്റോറന്റിൽ പോവാം. ആ റെസ്റ്റോറന്റിൽ പോകണ്ടെങ്കിൽ വേണ്ട, വേറെ എവിടെയെങ്കിലും പോവാം. എനിക്ക് വിശന്നിട്ട് വയ്യോ. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ പോയി കഴിച്ചോ. എന്റെ കൂടെ വരാമെന്ന് വിചാരിക്കണ്ട, അത് നടക്കില്ല. നീൽ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അവളെയും കൊണ്ട് ചുറ്റിക്കറങ്ങി രസിക്കായിരുന്നില്ലേ? അല്ല, നുണ പറയണ്ട. എന്താ നടക്കുന്നതെന്ന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. അതൊന്നും സത്യമല്ല, വെറും അഭിനയം. അഭിനയിച്ചൊടുക്കം നീലൊരു അച്ഛനാവുമെന്ന് എനിക്ക് അറിയേണ്ടത്. ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. നിന്നെ മറന്നൊരു ജീവിതം എനിക്കില്ലെന്നറിയില്ലേ? അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നാണമില്ലല്ലോ യാതൊരു എളുപ്പമില്ലാതെ നിന്ന് നുണ പറയാൻ. എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നീലിങ്ങനെ പെരുമാറില്ലായിരുന്നു. നീ കരുതുന്നത് പോലെ ഒന്നുമില്ല. എനിക്കൊന്നും കേൾക്കണ്ട, ഒരു ന്യായീകരണവും അറിയണ്ട.
ഒറ്റ കാര്യം മാത്രം പറഞ്ഞാ മതി. എല്ലാം നാടകമാണെന്ന് പറഞ്ഞല്ലോ. ഈ നാടകത്തിൽ എന്താ എന്റെ വേഷം? വിദൂഷകയുടേതാണോ അതോ ഒരു വിവരദോഷിയുടേതോ? എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു തെറ്റും ചെയ്യുന്നില്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നീ എന്നെ മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ അവസ്ഥയൊന്ന് തിരിച്ചറിയണം. എന്തവസ്ഥയാ ഞാൻ തിരിച്ചറിയേണ്ടത്? ഒരു ഭർത്താവിൻ്റെയോ? ആരെന്ത് പറഞ്ഞാലും എങ്ങനെയൊക്കെ യാചിച്ചാലും ഇതുപോലൊരു പരിപാടിക്ക് ഒരിക്കലും നീല് നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇതൊരു കെണിയാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം പോലും നീലിനില്ലാതെ പോയല്ലോ. വേദെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കുന്ന ഞാൻ വിചാരിച്ചത്. നന്നായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത്. അവള് താടിപ്പാടി നടക്കുമ്പോ ഒരുക്കുന്ന മനസ്സുമായിട്ടാ ഞാൻ ഓരോ നിമിഷവും തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. എന്റെ അവസ്ഥ ഓർത്തിരുന്നെങ്കിൽ നീൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അതെങ്ങനെയാ? നീലിന്റെ ഉള്ളിലിപ്പൊ ഞാനല്ലല്ലോ, അവളല്ലേ ആ തടിച്ച്. ഞാൻ എന്താ വേണ്ടത്? എനിക്ക് എന്നെ നല്ല വിശ്വാസമുണ്ട്. അവളല്ല ആര് വന്ന് ശ്രമിച്ചാലും ഇളകാത്തൊരു മനസ്സെനിക്കുണ്ടെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അത് അവളടക്കം എല്ലാവരെയും ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇന്നത്തോടെ നിർത്തിയേക്കാം. ഓ, എന്തൊരു മാന്യൻ! നീല് കള്ളത്തരം കാണിക്കുന്നതും പറയുന്നതും അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ തീരുമാനിക്കുന്നതിന് മുൻപ് എന്നോട് വന്നൊന്ന് പറഞ്ഞേനെ. എല്ലാം തുടങ്ങി വെച്ചിട്ട് ഇടയ്ക്ക് എന്നെ ബോധ്യപ്പെടുത്താൻ. അപ്പി തിന്നണില്ലേ? വേണ്ട, കാപ്പികളൊക്കെ എടുത്ത് വെച്ചിക്കണല്ല. എന്തൊരു പറ്റിയോ എന്തോ. ചാച്ചി, ആപ്പിക്ക് എന്തൊരു പറ്റി? ഈ രോഗം ബാധിച്ച കോഴിയെ പോലെ കൂനി കൂനി നടക്കണ. രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്താടി, സുഖമല്ലേ? ചെറിയൊരു തലവേദന. ആ തലവേദന കാരണം എന്തിനാണെന്ന് അറിയാമോ ചാച്ചിക്ക്? ടൂറ്. എന്താ ടൂറ്? സാദി നീലിമോനും കറങ്ങാൻ പോയിരിക്കാണല്ലോ. അതോർത്ത് ഇവിടെ ഒരാൾക്ക് പിരിപിരിപിരിപിരാന്ന്. വെറുതെ വായിരിക്കുന്ന കേക്കണ്ട. അവര് ടൂറിന് പോയ എനിക്കെന്താ? അത് തന്നെയാണ് അപ്പി എനിക്കും ചോദിക്കാനുള്ളത്. പണ്ടവര് പോയപ്പോ അത് പൊളിക്കാൻ ഗുണ്ടയിറക്കിയ ആളല്ലേ? ദേ വല്യമ്മേ, ഇവിടെ നാക്കിന് നീളിച്ചിട്ട് കൂടുന്നുണ്ട്. വേലക്കാരുടെ സ്ഥാനത്ത് നിർത്തണം. അവളൊരു തമാശ പറഞ്ഞതല്ലേ. ഇതൊക്കെയാണ് തമാശ. വിട്ടുകളാ, പോട്ടെ. അല്ല, സത്യത്തില് അത് തന്നെയാണോ നിന്റെ മൂഡ് ഓഫിന്റെ കാരണം? ഏത്? ആ ടൂറ്. അതിന്റെ സ്വസ്ഥതക്കേടല്ലേ നീ കാണിക്കുന്നേ. ദേ വല്യമ്മേ, ചൂടാവണ്ട, എനിക്ക് മനസ്സിലാവും. അവരെവിടെയെങ്കിലും പോയി സന്തോഷിക്കട്ടെടി. ഭാര്യയും ഭർത്താവും അല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ ചാച്ചി? അയ്യോ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കലേ അപ്പി, ഞാൻ കത്തിപ്പോ. നീയും കൂടി സപ്പോർട്ട് ചെയ്താ പെട്ടെന്ന് അവരടുക്കും. മനസ്സിലെ ദേഷ്യവും വെറുപ്പും ഒക്കെ കളഞ്ഞ് സ്വാതി സ്നേഹിക്കാൻ നോക്ക്. അകറ്റാനല്ല, അടുപ്പിക്കാനും ശ്രമിക്കേണ്ടത്. അടുപ്പിക്കാൻ പറ്റിയൊരു മുതല്. തിന്നാനും തുള്ളാനും പോയത് കണ്ടപ്പോ നിങ്ങൾ കരുതിയിട്ടുണ്ടാവും എല്ലാം അങ്ങ് ശരിയായിന്ന്. വെറുതെയാ. നീല ഒരു കാരണവശാലും സ്വാതി അംഗീകരിക്കാൻ പോകുന്നില്ല. നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ല, അതേ നടക്കാൻ പോകുന്നുള്ളൂ. പുറത്തുനിന്ന് ഭക്ഷണം, ടൂറ്, കഷ്ടം, ഇതൊന്നും എങ്ങും എത്താൻ പോകുന്നില്ല. കൊറേ കാശ് പോവും, അത്ര തന്നെ. ഗൗരി, കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഇപ്പൊ മനസ്സിലായ ചേച്ചിക്ക് അത് തന്നെയാ കാരണമെന്ന്. സ്വാതി അപ്പി പോയി സന്തോഷിക്കണേന് ഈ അപ്പിക്ക് എന്തൊരു കുഴപ്പമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പലരും പല സ്വഭാവക്കാരല്ലേ അമ്പിളി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാണോ ഇല്ലല്ലോ കണ്ണീ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങാൻ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവരാൻ, അതും എനിക്ക്. അവളുടെ ഭർത്താവ് ഉദ്യോഗത്തിന് ഞാൻ സമ്മതം മൂളിയിട്ടുണ്ടെങ്കിലേ അത് അവൾ എന്നെ വെല്ലുവിളിച്ചതുകൊണ്ടാ.